ദില്ലിയിൽ ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗം ആരംഭിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം. തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ പ്രകടനം, വിലയിരുത്തലും ഭാവി പ്രവർത്തനങ്ങളും ചർച്ചയാകും. സീതാറാം യെച്ചൂരി, രാഹുൽ ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നു. സിബി ചേരുന്നു. സിബി, എന്തൊക്കെയാണ് ഈ യോഗത്തിന്റെ വിശദാംശങ്ങൾ? ഷമി, ഇപ്പോൾ ദില്ലിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ യോഗ നേതാക്കൾ ഒരുമിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ സംസാരിക്കുകയും ചെയ്യും. എന്തായാലും ഈ ഒരു കഴിഞ്ഞ 7 ഘട്ടമായ വോട്ടെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ട് തന്നെ ഇന്ത്യ മുന്നണി യോഗം ചേരുമെന്ന് നേരത്തെ അറിയിക്കുകയും ഇന്ന് 3 മണിക്ക് ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ആരംഭിക്കുകയും ചെയ്തു. എന്തായാലും 28ഓളം പാർട്ടികളിലെ എല്ലാ സഖ്യ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനമായും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരിയും ഡി രാജയും അതോടൊപ്പം തന്നെ മറ്റ് തൃണമൂൽ കോൺഗ്രസിനെ അടക്കമല്ലതിനെയും എല്ലാ പദവിയിലും പങ്കെടുത്തിട്ടുണ്ട്. മമതാ ബാനർജി മാത്രം നേരത്തെ ഈ ഒരു ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവിടെ അവസാനപ്പെട്ട വോട്ടെടുപ്പ് ഉള്ളതിനാലെല്ലാം തന്നെയും പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ബാക്കി എല്ലാ സഖ്യ നേതാക്കളും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ നേതാക്കളും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ, നമുക്കറിയാം നാളെ ഈ ഒരു ജാമ്യ കാലാവധി അവസാനിച്ച് തുടർന്ന അരവിന്ദ് കെജ്രിവാൾ നാളെ ജയിലിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ഈ 7 ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം എങ്ങനെയാണ് ഓരോ ഈ സഖ്യ കക്ഷികളുടെയും അല്ലെങ്കിൽ ഓരോ പാർട്ടികളുടെയും വിലയിരുത്തുകൾ, അതോടൊപ്പം തന്നെ ഭാവി രാഷ്ട്രീയ പരിപാടികളെല്ലാം തന്നെയും കൃത്യമായി വിലയിരുത്തുക തന്നെയാണ് ലക്ഷ്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 2 മണിക്കൂറിലധികമായി ഈ ഒരു യോഗം തുടങ്ങി ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇന്ത്യ സഖ്യ നേതാക്കൾ എന്തായാലും മാധ്യമവുമായി സംസാരിക്കും, യോഗ തീരുമാനങ്ങൾ അറിയിക്കും. പ്രധാനമായും ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പും അതോടൊപ്പം തന്നെ പ്രചരണവുമായി ബന്ധപ്പെട്ടല്ല തന്നെയും എങ്ങനെയാണ് ഈ ഒരു വോട്ടെടുപ്പ് ഏതൊക്കെ രീതിയിലാക്കി ഇതിൻ്റെ ഒരു അന്തിമ ഫലം, എന്തെല്ലാം പ്രതീക്ഷകളുണ്ടാകും, എങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയൊരു 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലവുമായി ബന്ധപ്പെട്ടല്ല തന്നെയും തങ്ങളുടെ കണക്കുകൂട്ടലുകളും വിലയിരുത്തലെല്ലാം തന്നെയും പ്രധാനമായും ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടാകും. അതെല്ലാം തന്നെയും ഇനി അല്പസമയത്തിനകം തന്നെ ഈ ഇന്ത്യ സഖ്യ മുന്നണിയുടെ ഒരു പ്രതീക്ഷയും അവരെ കണക്കൂട്ടലെല്ലാം തന്നെയും കൃത്യമായി ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്യും. ഷമി.